എക്കാലത്തെയും ഭീഷണിയാകാൻ സാധ്യതയുള്ള സ്പേസ് റോക്ക് സിറ്റി കില്ലർ എന്ന് വിളിക്കപ്പെടുന്ന ആസ്ട്രോയിഡ് 2024 YR4 ഭൂമിയിലേക്ക് പതിക്കാനുള്ള സാധ്യത വീണ്ടും ഉയരുകയാണ്. 2023 ഡിസംബർ 27 ചിലിയിലെ എൽസോസ് ഒബ്സർവേറ്ററിയാണ് ആദ്യമായി ഈ ഒരു ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത്. ഈ ചിഹ്നഗ്രഹം 2032 ഡിസംബർ 22 ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയിൽ ലോകം ആശങ്കയിലാണ് ഇപ്പോഴേ. ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത വെറും 3.1% മാത്രമാണ്. ചിഹ്നഗ്രഹത്തെ നാസ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ ആധുനിക പ്രവചനം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അപകട സാധ്യതയാണിത്. വർദ്ധിച്ചു വരുന്ന സാധ്യതകളുള്ള സാഹചര്യത്തിൽ ആഗോള ബഹിരാകാശ ഏജൻസികൾ ഈ ചിഹ്നഗ്രഹത്തിന്റെ ട്രജക്ടറി അതായത് പാത നിരീക്ഷിക്കുന്നത് തുടരുകയാണ്. ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് വിദഗ്ധർ ഉറപ്പ് നൽകുന്നുണ്ട്. ഏറ്റവും സാധ്യതയുള്ള സാഹചര്യം ഒരു വായു സ്ഫോടനമാണ് എന്ന് പ്ലാനറ്ററി സൊസൈറ്റിയുടെ ചീഫ് സയന്റിസ്റ്റ് ബ്രൂസ് ബെറ്റ്സ് പറയുന്നു. ഏകദേശം 8 മെഗാടൺ TNT-യുടെ ശക്തിയോടെ ഇതിന് വായുവിൽ പൊട്ടിത്തെറിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുറച്ചുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ഹിരോഷിമ ബോംബിന്റെ 500 ഇരട്ടിയിലധികമുള്ള ഇമ്പാക്ട്. ഈ ഇമ്പാക്റ്റിൽ ഗർത്തമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അതേ വലിപ്പവും ഹിരോഷിമയെ നശിപ്പിച്ച അണുബോംബിന്റെ 500 മടങ്ങ് വിനാശകരമായ ശേഷിയുമുണ്ടെങ്കിലും ഈ ബഹിരാകാശ പാറയുടെ കൃത്യമായ വലിപ്പം ഇപ്പോഴും അവ്യക്തമാണ്. 130 മുതൽ 300 അടി വരെ, അതായത് 40 മുതൽ 90 മീറ്റർ വരെ വീതിയുണ്ടെന്ന് നാസ കണക്കാക്കുന്നുണ്ട്. അതിന്റെ ഘടന സാധാരണമാണെന്ന് തോന്നാമെങ്കിലും മണിക്കൂറിൽ 40,000 മൈൽ വരെയാകാൻ സാധ്യതയുള്ള ഈ കുഞ്ഞൻ ഗ്രഹത്തിന്റെ ഉയർന്ന വേഗത, ഈ വേഗതയിൽ അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചാൽ തീർച്ചയായും കാര്യമായ നാശത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ്. സിറ്റി കില്ലർ ചിഹ്നഗ്രഹം 2024 YR4 കാരണം ഭൂമിയിൽ ഉണ്ടാകാവുന്ന ആഘാതത്തിന്റെ സാധ്യത എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ആഘാത സാധ്യത 1% കടന്നതിനെ തുടർന്ന് ഇന്റർനാഷണൽ ആസ്ട്രോയിഡ്സ് വാർണിംഗ് നെറ്റ്വർക്ക് IAWN ജനുവരി 29 ഒരു മുന്നറിയിപ്പ് മെമ്മോ നൽകിയിരുന്നതുമാണ്. ശേഷം അപകട സാധ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിലും ഉയർന്നതിലേക്കുള്ള പ്രവണത ഇപ്പോഴും തുടരുകയാണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി നിലവിൽ 2.8% അല്പം കുറവ് കണക്കാക്കുന്നു. അതേസമയം നാസയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 3.1% ആഘാത സാധ്യത കണക്കാക്കപ്പെടുന്നത്. ഇതൊരു ഡിനോസർ കൊലയാളിയല്ല, ഇതൊരു ഗ്രഹക്കൊലയാളിയല്ല, എന്നാൽ ഇതൊരു നഗരത്തിന് ഏറ്റവും അപകടകരമാണ് എന്ന് ESAയുടെ പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസ് മേധാവി റിച്ചാർഡ് മോയ്സൽ വ്യക്തമാക്കി. നിലവിൽ വ്യാഴത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിഹ്നഗ്രഹം. 2028 വരെ ഭൂമിയിലേക്കുള്ള ഒരു സമീപനം ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് മാർച്ചിൽ 2024 YR4ന്റെ വിശദമായ നിരീക്ഷണം ആരംഭിക്കും. കിഴക്കൻ പസഫിക് സമുദ്രം, അതുപോലെ വടക്കൻ തെക്കേ അമേരിക്ക, അറ്റ്ലാന്റിക് സമുദ്രം, പിന്നെ ആഫ്രിക്ക, അറബിക്കടൽ, ദക്ഷിണേഷ്യ എന്നിവ ആഘാത സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നു എന്നാണ് IAWN റിപ്പോർട്ട് ചെയ്യുന്നത്. അപകട സാധ്യത അനിശ്ചിതത്വത്തിലാണെങ്കിലും ആവശ്യമെങ്കിൽ ഇടപെടാൻ മതിയായ സമയമുണ്ടെന്ന് വിദഗ്ധർ എടുത്തു പറയുന്നുണ്ട്. ബഹിരാകാശ ഏജൻസികൾ, സ്വകാര്യ ഒബ്സർവേറ്ററികൾ, ഭൂമിയും ബഹിരാകാശവും അധിഷ്ഠിതമായ ദൂരദർശിനികളും ഉൾപ്പെടുന്ന ഒരു ആഗോള വെബ് ആകാശത്ത് നിരന്തരമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഭൂമിക്കൊരു ചെറിയ അപകട സാധ്യത പോലും സൃഷ്ടിക്കുന്ന ആയിരക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഒരു ബഹിരാകാശ പാറ അല്ലെങ്കിൽ ഒരു സ്പേസ് റോക്ക് എന്നൊരു ഭീഷണിയെ പ്രതിനിധീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്തെവിടെയെങ്കിലും വരുന്നതിന് മുമ്പ് അതിനെ തടസ്സപ്പെടുത്താനും വ്യതിചലിപ്പിക്കാനുമുള്ള അടിസ്ഥാന സാങ്കേതിക വിദ്യ നിലവിലുണ്ടെന്ന് 2022 നാസ തെളിയിച്ചതുമാണ്. നാസ അതിന്റെ DART ദൗത്യം ഉപയോഗിച്ച് ചിഹ്നഗ്രഹ വ്യതിയാന സാങ്കേതിക വിദ്യ 2022 വിജയകരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ DART ദൗത്യം ബഹിരാകാശ പേടകത്തിന് ഒരു ചിഹ്നഗ്രഹത്തിന്റെ പാത വിജയകരമായി മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ചു. കൂടാതെ ഉപരിതലത്തിന്റെ ഒരു ഭാഗം ബാഷ്പീകരിക്കുന്നതിലൂടെ ത്രസ്റ്റ് സൃഷ്ടിക്കാൻ ലേസർ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ മറ്റു രീതികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നിലധികം വിദ്യകൾ. അപ്പോൾ നല്ല വാർത്ത അത് തന്നെയാണ്, നീക്കം നടത്താൻ ഭൂമിക്ക് ധാരാളം സമയവും സാങ്കേതിക വിദ്യകളും ഉണ്ട് എന്നത്.